ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലെ ചേരുവകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്നും വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയ പെരട്ട് മസാലയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോയ ചങ്ക്സ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് നിറയെ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറുതെടുക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ വലുതെടുക്കാം. തീരെ വലുതാകരുത്, എങ്കിൽ പിന്നെ ചെറിയ 2 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ മീഡിയം സൈസ് തന്നെയാണ്. അപ്പോൾ സോയ ചങ്ക്സ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും കേട്ടോ. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്തും എടുക്കാം. കുതിർത്തെടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ സോയ ചങ്ക്സ് നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യവുമില്ല. 2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമ്മളൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതിനുള്ളിൽ ഈ സോയ ചങ്ക്സിനുള്ളിൽ കംപ്ലീറ്റ് ഇപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലാണ് പിഴിഞ്ഞ് മാറ്റി വെക്കേണ്ടത്. നമ്മുടെ ഈ സോയ ചങ്ക്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യമാണ് ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടി. നല്ല കട്ട തൈര് വേണം എടുക്കാനായിട്ട്. അധികം പുളിയില്ലാത്ത തൈര് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് മുളക് പൊടി. ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 സ്പൂൺ അളവിൽ കസൂരി മേത്തിയും കൂടി. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചേർത്ത് കൊടുത്തേക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഈ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 15 മിനിറ്റ്, കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. അത്രയും സമയം കൊണ്ട് ഈ മസാലയും ഉപ്പും ഒക്കെ നമ്മുടെ സോയ ചങ്ക്സിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് വെറുതെ ഇരിക്കേണ്ട, കറി തയ്യാറാക്കി തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, 2 ടേബിൾ സ്പൂൺ അളവിൽ. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാവുന്നതാണ്. അതും ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയും കൂടി. അപ്പോൾ അത്യാവശ്യം വലിയ സവാളയിൽ ഒരു 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചോപ്പറിൽ വെച്ചിട്ടാണ് ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലാതെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. എങ്കിൽ മാത്രമേ നല്ല ഗ്രേവി ഉണ്ടാവുള്ളൂ. നമുക്കതിന് വേണ്ടിയിട്ടാണ്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് സവാളയുടെ കളറെല്ലാം നന്നായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് മാറണം. അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്തെല്ലാം മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലേക്ക് വരികയാണ്. നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് തക്കാളി എല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടണം.
ഫ്ലെയിം ഇപ്പോൾ നന്നായിട്ട് മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ചൂടാണ് നമ്മുടെ ഈ കടായിയൊക്കെ. പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ തക്കാളിയും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ എല്ലാം ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ സോയ ചങ്ക്സും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്നും ഒരു ലോയിലേക്ക് മാറ്റിയതിന് ശേഷം, നന്നായിട്ട് ലോയിൽ വെക്കണ്ട, മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്കൊന്ന് വെച്ചിരിക്കാൻ ചെറിയൊരു ഫ്ലെയിം വേണം. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ മസാലയൊക്കെ നമ്മുടെ സോയ ചങ്ക്സിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് അല്പം വറ്റിയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ശരി, ഇത് കുറച്ച് സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രേവി എല്ലാം വറ്റി നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർക്കുകയാണ്. മല്ലിയിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്കും രുചിയായിട്ടുള്ള ഒരു കറിയാണ്. സോയാ കറി വളരെ ചിലർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകും, കാരണം അതിലേക്ക് മസാലകൾ അധികം പിടിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഇതുപോലൊരു കറി നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സോയ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. പറോട്ടയുടെ കൂടെ പോലും നമുക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിന്. അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.